ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അദാനി ഗ്രീൻ എനർജിയുടെ സ്റ്റോക്ക് ഇന്ന് അദാനി ഗ്രീൻ എനർജി ആണല്ലോ എല്ലായിടത്തും ഇപ്പം ചർച്ചയായിട്ടിരിക്കുന്നത്. സോ നമുക്കതിൻ്റെ ജസ്റ്റ് ചാർട്ട് അനാലിസിസിലേക്ക് ഒന്ന് വരാം. ഈ ചാർട്ട് ഇപ്പോൾ ഞാൻ മന്ത്ലിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മളുടെ പൊതുവേ ഉള്ള ഒരു രീതി അനുസരിച്ച് ഞാൻ നേരെ ചാനൽ എടുത്തതിന് ശേഷം ഞാനിവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഞാൻ നോക്കുകയാണ്. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചാനൽ വരയ്ക്കുകയാണ്. ഈ ചാനലല്ലാതെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ പറയുന്ന പോലെ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ പക്ഷേ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മീൻസ് ഒരു കൺവീനിയൻറ്റിന് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ചാനൽ ഉപയോഗിച്ച് ഞാൻ വരയ്ക്കുകയാണ്. ചാനൽ ഉപയോഗിച്ച് വരയ്ക്കാൻ നേരത്ത് കൃത്യമായിട്ട് ഈ ചാനലിനകത്ത് വന്നിട്ടാണ് നിൽക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്കിത് ജസ്റ്റ് നമ്മുടെ ടൂൾ ഉപയോഗിച്ച് ട്രെൻഡ് ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. നേരെ ഞാൻ വരയ്ക്കുകയാണ്. വരയ്ക്കാൻ നേരത്ത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാനിത് ഓക്കെ, കാഴ്ചയ്ക്ക് ഒന്നുകൂടെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ തിക്നെസ് ഞാനൊന്ന് കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടി. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു സോണും കൂടെ വരയ്ക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ കണ്ണിൽ പെടാൻ വേണ്ടിയിട്ട് ഞാൻ സോണും കൂടെ വരയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ സോണ് വരച്ചേക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പ്രൈസ് കൃത്യമായിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ടാണ് കിടന്ന് കളിച്ചിരിക്കുന്നത്. ഈ ഒരു സോണിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സോണാക്കി വരച്ചത്. അതാകുമ്പം ഇത്രയും ഏരിയ കംപ്ലീറ്റ്ലി ഈ പറയുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഒരു സോണ് കംപ്ലീറ്റ് നമുക്ക് ഒന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ടാണ് ഞാനൊരു സോണാക്കി ഞാൻ വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ നിയറസ്റ്റ് റെസിസ്റ്റൻസ്, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഭാഗത്തെ വെച്ചിട്ട് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ വ്യക്തമായ ഒരു കാര്യം ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ചാർട്ട് അല്ലെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ലോ അല്ല, ജസ്റ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ലോവർ ഉണ്ടാക്കി അതിന് ശേഷം നേരെ പറക്കുകയാണ് ചെയ്ത് പറന്ന് നേരെ വന്നിട്ട് ഈ ഒരു സൈഡിൽ വന്ന് 2020 വന്നിട്ട് ചെറിയൊരു കൺസോളേഷൻ പോലെ തന്നതിന് ശേഷം വീണ്ടും 2022 ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കി നേരെ അവിടെ നേരെ റിജക്ഷൻ വന്നിട്ട് ആ ഒരു സൈഡിൽ തന്നെ വീണ്ടും കൺസോളേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ മറ്റേ ഹിൻഡൻബർഗിൻ്റെ പഴയ റിപ്പോർട്ടിൻ്റെ കേസ് 2023 നടന്ന ആ ഒരു റിപ്പോർട്ടിൻ്റെ കേസ് വന്നു. ആ റിപ്പോർട്ടിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും അവിടുന്ന് പ്രൈസ് ഒറ്റയടിക്ക് അല്ലെങ്കിൽ 1 2 3 4 1 2 3 4 5 ക്യാൻഡിലാണ് വന്നത്. അതായത് മന്ത്ലി ക്യാൻഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് 5 ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാസം കഴിഞ്ഞ അത് ആ ഒരു സമയത്ത് 5 മാസമായിട്ട് ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയായിരുന്നു. പക്ഷേ അവിടെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും കയറി വന്നു ഒരു കൺസോളേഷൻ, അതായത് നമ്മളുടെ ഈ ഒരു സോണിൽ വന്നിട്ട് ഒരു കൺസോളേഷൻ എടുത്തു. അതിന് ശേഷം അവിടെ ബ്രേക്ക് ഔട്ട് വന്നു, നേരെ മുകളിൽ പോയി വീണ്ടും ആ ഒരു റേഞ്ചിൽ ആ ഒരു സോണിലേക്ക് വന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുന്ന ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് വീണ്ടും ഇന്നത്തെ ഇഷ്യൂ കൂടെ ഉണ്ടായിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പ്രൈസ് നിൽക്കുന്നതിനെ സംബന്ധിച്ച്, ഈ ഒരു ലെവലിനെ സംബന്ധിച്ച് മിക്കവാറും ഈ ഒരു റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് കിട്ടേണ്ട ഏരിയയാണ്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിവിടെ അങ്ങ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അടുത്ത നമുക്ക് ഈ ഒരു 2 ലെവൽ കഴിഞ്ഞാൽ 1112 അതുപോലെ തന്നെ 1112 അതുപോലെ തന്നെ 812 എന്നുള്ള ലെവൽ കഴിഞ്ഞാൽ അടുത്ത ഇതിൻ്റെ സപ്പോർട്ട് വരുന്ന ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഇവിടാണ്. ഈ ഏരിയ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ അതും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. മീൻസ് ഒന്ന് അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടാൻ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. 444 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലായിരിക്കും മൂന്നാമത്തെ സപ്പോർട്ട് നിലവിൽ നിൽക്കുന്നത്. അതായത് ഫസ്റ്റ് സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 1 1 2 2 എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് 812 ആണ്. 812 ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 444 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച്, അതായത് ഹിൻഡൻബർഗിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ കഴിഞ്ഞ 2023 ഉണ്ടാക്കിയ ആ ഒരു ലോയിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ ഇത് തിരികെ പോകാൻ ഇനി സാധ്യതയുള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു ഏരിയ വരെ ഒക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാണാൻ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്ന ആ സമയത്ത് പ്രൈസ് നിന്നിരുന്ന ആ ഒരു ഭാഗത്തെ വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര വരെ താഴെ പോയി എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 77% അല്ലെങ്കിൽ 77%ഓളം ആ ഒരു സമയത്ത് ഒരു ഡൗൺഫാൾ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
ഓക്കെ, പ്രൈസ് ആ നിന്ന ഭാഗത്തു നിന്നും, അതായത് 2007 എന്ന ഭാഗത്തു നിന്നും പ്രൈസ് നേരെ ഡ്രാസ്റ്റിക്കായിട്ട് ഒരു 5 മാസം കൊണ്ട് നേരെ താഴേക്ക് വന്നത് 444 ലെവലിലേക്കാണ്. 77% അല്ലെങ്കിൽ 78% ഫാളാണ് ആ ഒരു 5 മാസം കൊണ്ട് തന്നെ ഉണ്ടായത്. സോ അതേ ഒരു ഫാൾ തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരികയാണ് എങ്കിൽ ഏകദേശം 71% ഫാള് ഇവിടെ നിലവിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 444 എന്നുള്ള റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നത്. കാരണം അത് നല്ലൊരു റിവേഴ്സൽ പോയിൻ്റാണ്. അവിടുന്ന് ഒരു എൻട്രി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുകയാണ് എങ്കിൽ ഈ ഒരു 1112 എന്നുള്ള ലെവലിലോട്ടൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ബുക്കിംഗ് നമുക്കവിടെ എടുക്കാവുന്നതാണ്. എന്താണെങ്കിലും ഇപ്പോൾ പറയുന്ന ഈ ഒരു റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഒരു ചർച്ച നടക്കുകയാണല്ലോ, എന്താണെങ്കിലും വരുന്ന കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലേക്ക് മിക്കവാറും ഇത് ഒരു ഡൗൺഫാൾ തന്നെ ആയിരിക്കും ഇതിന് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. എന്തായാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. നല്ല എൻട്രിക്ക് അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ മിസ്സാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ പേഴ്സണലി ഞാൻ ഈ ഒരു അദാനിയുടെ സ്റ്റോക്കുകളൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഞാനത് എൻട്രിക്ക് ഞാൻ പരിഗണിക്കുന്നതല്ല. ഞാൻ നിങ്ങളൊരു ജസ്റ്റ് അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സോ എല്ലാവരും ചിന്തിക്കുക, താല്പര്യമുള്ളവർ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു.